ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ നല്ല നേട്ടമുണ്ടാക്കിയത് നിഫ്റ്റി IT ആയിരുന്നു. ഏകദേശം 3% മുകളിൽ ഉയർന്നു. നിഫ്റ്റി IT ഇൻഡെക്സ് കഴിഞ്ഞ 6 വർഷത്തിനിടയിലെ ഏറ്റവും നല്ല ഒരു മികച്ച മാസം രേഖപ്പെടുത്തിയത് ഈ ജൂലൈ മാസത്തിലായിരുന്നു. ഇനി US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ വാർത്തകളിലേക്ക് വന്നാൽ, യുദ്ധത്തിൽ അയവ് വരുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ച സൈനിക ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതിന് പിന്നാലെ ഇറാനുമായി വളരെ സൗഹൃദമായ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നറിയിച്ചു. ഇതോടെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രൂക്ഷമായിരുന്ന സംഘർഷം നയതന്ത്ര ചർച്ചകളിലൂടെ അവസാനിക്കുമെന്ന പ്രതീക്ഷകൾ ശക്തമാവുകയാണ്. യുദ്ധത്തിൻ്റെതായ വാർത്തകൾ നമുക്ക് ആശ്വാസം നൽകുന്നത് തന്നെ ആയതുകൊണ്ട് തന്നെ ഇന്നലെ ഓയിൽ പ്രൈസുകൾ 4% ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് $84 ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ഇനി ഇന്നത്തെ ഏറ്റവും കീ ഇവൻ്റ് എന്ന് പറയുന്നത് ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായിട്ടുള്ള അമേരിക്കയുടെ ധനനയങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ഫെഡിൻ്റെ തീരുമാനങ്ങൾ ലോകമെമ്പാടുമുള്ള വിപണിയെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നത് ആകാംക്ഷയോടെ തന്നെയാണ് ലോക വിപണികൾ ഉറ്റുനോക്കുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്ത US വിപണികളിലേക്ക് ഇന്നലെ ഡൗ ജോൺസ് ആണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 1% മുകളിൽ ഉയർന്നു. S&P 500 0.21% നേട്ടമാണ് ഉണ്ടാക്കിയത്. എന്നാൽ നാസ്ഡാക്ക് 0.2% ഇടിവുമുണ്ടാക്കി. ഇന്നലെ വിപണിയെ കൂടുതലായിട്ട് പിന്തുണച്ചത് ബോയിങ്, കൊക്കക്കോള തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകളായിരുന്നു. റിസൾട്ടുകൾക്ക് ശേഷം സ്റ്റോക്കുകളിൽ നേട്ടമുണ്ടായി. ഈ ആഴ്ച ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ തുടങ്ങിയ പ്രമുഖ ടെക് കമ്പനികളുടെ ത്രൈമാസ ഫലങ്ങൾ പുറത്തു വരാനിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിക്ഷേപകർ ഇത്തരത്തിൽ ജാഗ്രത പാലിക്കുന്നത്. US വിപണികൾ മിക്സഡ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നതും. ഇപ്പോൾ ചിപ്പ് ഓഹരികളാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കുന്നത്. AI മേഖലയിൽ വൻ നിക്ഷേപങ്ങളുടെ ഗുണം നേരിടുന്ന ചിപ്പ് നിർമ്മാതാക്കൾക്ക് വീണ്ടും കനത്ത തിരിച്ചടിയാണ്. PHLX സെമി കണ്ടക്ടർ ഇൻഡെക്സ് ഇന്നലെ ഏകദേശം 4.5% ഇടിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്ന് പുറത്തു വരികയാണ്. 71% സാധ്യത CME ഫെഡ് വാച്ച് ടൂൾ കാണിക്കുന്നത് പലിശ നിരക്കിൽ മാറ്റം വരുത്തില്ല എന്നത് തന്നെയാണ്. എന്നാൽ 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ ഒരു പലിശ നിരക്കിലുള്ള വർധനവിൻ്റെ സാധ്യത ഏകദേശം 29%-ആയും CME ഫെഡ് വാച്ച് ടൂൾ കാണുന്നുണ്ട്. US-ൽ പലിശ നിരക്ക് ഉയർത്തുകയാണെങ്കിൽ അത് ഗ്ലോബൽ മാർക്കറ്റുകൾക്കെല്ലാം ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇനി പലിശ നിരക്ക് ഉയർന്നാൽ കടം ആശ്രയിച്ച് AI അടിസ്ഥാന സൗകര്യങ്ങളിൽ വൻ നിക്ഷേപം നടത്തുന്ന ടെക് കമ്പനികൾക്ക് കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദം നേരിടേണ്ടി വരാനുള്ള വലിയൊരു ആശങ്ക കൂടി വിപണിയിലുണ്ട്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ വീണ്ടും ഇൻഫോസിസ് മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത്. 5.5% ഇന്നലെ ഉയർന്നത്. വിപ്രോ ഏകദേശം 0.52% നേട്ടമുണ്ടാക്കിയപ്പോൾ ബാങ്കിങ് സൈഡിൽ HDFC ബാങ്ക് 1.5% ഉയർന്നു. ICICI ബാങ്ക് 1.24% നേട്ടവുമാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.3% ഇടിവും രേഖപ്പെടുത്തി. ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണെങ്കിൽ കോസ്പി മാർക്കറ്റ് 1.5% ഒരു നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെയും സ്ഥിതി മോശമല്ല. ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 24,251 266 പോയിന്റ്സ് ഉയർന്നാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് 260 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ഇന്നലെ പുറത്തു വന്ന ഡാറ്റകളിൽ ഇന്ത്യയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ വൻ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 2 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വളർച്ചയാണ് IIP ഡാറ്റ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ വ്യവസായ ഉൽപ്പാദനം 2026 ജൂണിൽ 7.3% വളർച്ച രേഖപ്പെടുത്തി. ഇത് കഴിഞ്ഞ 23 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണ്. IIP വളർച്ച 7.3%-ആയിട്ടാണ് ജൂൺ മാസത്തിൽ പുറത്തു വന്നത്. മെയ് മാസത്തിൽ അത് 5% മാത്രമായിരുന്നു. ഇനി മികച്ച പ്രകടനം നടത്തിയ സെക്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ മാനുഫാക്ചറിംഗ് മേഖല 7.8% വളർച്ച കൈവരിച്ചു. കഴിഞ്ഞ 7 മാസത്തിനിടയിലെ ഏറ്റവും മികച്ച വളർച്ച കൂടിയാണിത്. കൂടാതെ വൈദ്യുതി ആൻഡ് ഗ്യാസ് വിതരണത്തിൽ 10.6% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഈ 2 സെക്ടറുകൾ, അതായത് മാനുഫാക്ചറിംഗ്, വൈദ്യുതി ആൻഡ് ഗ്യാസ് വിതരണം, ഈ 2 മേഖലകളും ചേർന്ന് IIPയുടെ ഏകദേശം 87% വെയിറ്റേജും വഹിക്കുന്നതിനാൽ ഇവയുടെ മികച്ച പ്രകടനമാണ് മൊത്തത്തിൽ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണമായത്. ഈ സെക്ടറുകൾക്ക് പുറമെ ക്യാപിറ്റൽ ഗുഡ്സ് എന്നിവയുടെ ഉൽപ്പാദനം ശക്തമായി ഉയരുന്നുണ്ട്. കൺസ്യൂമർ ഡ്യൂറബിൾസ് വിഭാഗവും മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത്. പുറത്തു വരുന്ന ഡാറ്റകൾക്ക് പുറമെ ഒത്തിരിയേറെ കമ്പനികളുടെ റിസൾട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതും മാർക്കറ്റിൽ വലിയ വോളറ്റാലിറ്റി ഉണ്ടാക്കുന്നുണ്ട്.
അത്തരത്തിൽ ഇന്നലെ പുറത്തു വന്ന HULൻ്റെ Q1 റിസൾട്ട് അത് കാരണം ഇന്നലെ 7% ഇടിവാണ് HUL ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഉണ്ടാക്കിയത്. ഈ റിസൾട്ടിലേക്ക് വരാം. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പകുതിയിൽ ഏകീകൃത അറ്റാദായം 3% ഇടിവ് രേഖപ്പെടുത്തി 2673 കോടി രൂപയായി. കഴിഞ്ഞ വർഷത്തെ ടാക്സ് ക്രെഡിറ്റും കൂടാതെ റീസ്ട്രക്ചറിങ് ചെലവുകളുമാണ് ലാഭത്തെ ബാധിച്ചിരിക്കുന്നത്. പക്ഷേ റവന്യൂവിൽ 10%-ലധികമുള്ള ഒരു വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 17,341 കോടി രൂപയായിട്ടാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 15,757 കോടി രൂപയായിരുന്നു കമ്പനി റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതായത് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റിനും മുകളിലായിട്ടുള്ള ഒരു റവന്യൂ തന്നെയാണ് കമ്പനി രേഖപ്പെടുത്തിയത്. എന്നിരുന്നാലും പ്രോഫിറ്റിലുള്ള ഇടിവാണ് ഇന്നലെ സ്റ്റോക്ക് ഇടിയാൻ കാരണമായത്. കമ്പനിയുടെ നികുതി ചെലവ് 485 കോടി രൂപയിൽ നിന്ന് 939 കോടി രൂപയായി ഏകദേശം ഇരട്ടിയായത് കമ്പനിയെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. എക്സ്പോണൻഷ്യൽ ഐറ്റംസിൻ്റെ അതായത് പുനഃസംഘടനാ ചെലവ് 115 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം അത് വെറും 90 കോടി രൂപയായിരുന്നു. ഇനി അണ്ടർലൈയിങ് സെയിൽസിൽ മികച്ച നേട്ടം കാണുന്നുണ്ട്, 10% കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച നിരക്ക് കൂടിയാണിത്. സെയിൽസ് ഗ്രോത്ത് വർദ്ധിച്ചതായി കാണുന്നുണ്ടെങ്കിലും വോളിയം ഗ്രോത്ത് വെറും 5% മാത്രമാണ്. വിപണി പ്രതീക്ഷിച്ചിരുന്നത് 6 മുതൽ 8% വരെയായിരുന്നു. അടുത്തത് L&Tയുടെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ 14% നേട്ടമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4123 കോടി രൂപയായിട്ടാണ് നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 3617 കോടി രൂപയായിട്ടാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. റവന്യൂവിൽ 7% വർധനവാണ്. 67,942 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇയർ ഓൺ ഇയറിൽ. ഇനി നെറ്റ് പ്രോഫിറ്റും റവന്യൂയും ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്നത് തന്നെയായിരുന്നു. എബിറ്റഡയിൽ 3.2% ഇടിവാണ് വന്നിരിക്കുന്നത്. 6116 കോടി രൂപയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി പുതിയ ഓർഡർ ഇൻഫ്ലോയിൽ 14% നേട്ടമുണ്ടായിരിക്കുന്നു. 1.08 ലക്ഷം കോടി രൂപയായിട്ടാണ് ഓർഡർ ഇൻഫ്ലോ ഉണ്ടായിരിക്കുന്നത്. പുതിയ ഓർഡറുകൾ നോക്കുകയാണെങ്കിൽ 56% അന്താരാഷ്ട്ര വിപണികളിൽ നിന്നാണ്. ആകെ ഓർഡർ ബുക്ക് 7.8 ലക്ഷം കോടിയാണ്. മാർച്ച് മാസത്തേതുമായി നോക്കുകയാണെങ്കിൽ 5% വർധനവാണ് വന്നിരിക്കുന്നത്. നിഫ്റ്റി 50യിലെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയായിട്ടുള്ള L&Tയുടെ Q1 റിസൾട്ടുകൾ ഒരു പോസിറ്റീവ് ഫലം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇന്നലെ പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുള്ളത് ഇന്ത്യയിലെ ടെലികോം കമ്പനികളിൽ 2026 ജൂണിൽ ഏറ്റവും കൂടുതൽ പുതിയ വയർലെസ് ഉപഭോക്താക്കളെ ചേർത്തിരിക്കുന്നത് ഭാരതി എയർടെല്ലാണ്. റിലയൻസ് ജിയോയെയും വോഡാഫോൺ ഐഡിയയെയും പിന്നിലാക്കിയിട്ടാണ് ഇപ്പോൾ എയർടെൽ മുന്നിലെത്തി നിൽക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എയർടെലിനെ സംബന്ധിച്ച്. ഇനി ഇന്നത്തെ ടോപ്പ് ഗ്ലോബൽ ഇവൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തേത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യു എസിൽ നിന്നും ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പുറത്തു വരുന്നുണ്ട്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നും കൺസ്യൂമർ ക്രെഡിറ്റ് ഡാറ്റ പുറത്തു വരുന്നു. ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ISP എക്കണോമിക് ഡാറ്റയാണ് ഇന്ന് പുറത്തു വരുന്നത്. റിസൾട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏഷ്യൻ പെയിൻറ്റ്സ്, ഐഷർ മോട്ടോഴ്സ്, അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ, കോൾഗേറ്റ് പാമോലീവ്, ACME സോളാർ ഹോൾഡിംഗ്സ്, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, ബ്ലാക്ക് ബക്ക്, കാർ ട്രേഡ് ടെക്, ഡയബർ ഇന്ത്യ, ഹെക്സാവെയർ ടെക്നോളജീസ്, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്, KPIT ടെക്നോളജീസ്, കർണാടക ബാങ്ക്, MTAR ടെക്നോളജീസ്, പിരാമൽ ഫാർമ, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ്, സിൻജെൻ ഇൻ്റർനാഷണൽ, വേദാന്ത പവർ, വേദാന്ത അയൺ ആൻഡ് സ്റ്റീൽ, വേദാന്ത ഓയിൽ ആൻഡ് ഗ്യാസ്, വാരി എനർജീസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി ഫലങ്ങൾ പുറത്തു വരുന്ന ഒരു ദിവസമാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട ചില കമ്പനികളുടെ Q1 റിസൾട്ട് നോക്കാം. ആദ്യം ഫോണിക്സ് മിൽസ് എന്ന കമ്പനി. പ്രോഫിറ്റിൽ 23.3% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. 296.9 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 12.8% വർധനവ്, 1074.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ടാറ്റ ക്യാപിറ്റൽ എന്ന സ്റ്റോക്കാണ്. പ്രോഫിറ്റിൽ 56% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1547 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. ടോട്ടൽ ഇൻകത്തിൽ 23% വർധനവ് വന്നു. 4455 കോടി രൂപയിലാണ് ടോട്ടൽ ഇൻകം ഉള്ളത്. മറ്റൊരു കമ്പനി പരദീപ് ഫോസ്ഫൈറ്റ്സ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 23.9% വർധനവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 392.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 36% വർധനവ്, 6124.3 കോടി രൂപയിലാണുള്ളത്.
അടുത്തത് ബിർള സോഫ്റ്റ് എന്ന കമ്പനിയാണ്. മികച്ച ഒരു പ്രോഫിറ്റിലുള്ള വർധനവാണ് കാണുന്നത്. 53.1% വർധനവാണ് വന്നത്. 161 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 7.4% വർധനവ്. 1379.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് DCM ശ്രീരാം എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 6 മടങ്ങിൻ്റെ വർധനവാണ്. 692.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 9.5% വർധനവ് വന്നു. 3784.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി VST ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 24.4% വർധനവ് വന്നു. 42.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 13.9% ഇടിവാണ് വന്നിരിക്കുന്നത്. 256.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇന്ന് നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളാണ് ഇവിടെ പറഞ്ഞു പോയത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവ എല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.